ഷിരൂരിൽ അർജുന്റെ ട്രക്കിനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. മൂന്നാം ഘട്ട തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. നാവികസേന രേഖപ്പെടുത്തിയ പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാർ നടത്തിയ തിരച്ചിലിൽ ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ട്രക്കിന്റെ എഞ്ചിൻ ഭാഗങ്ങളാണോ എന്ന സംശയമുണ്ട്. ഈശ്വർ മാൽപ്പയും പുഴയിൽ ഡൈവ് ചെയ്യുന്നു. ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജിംഗ് ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്. അർജുന്റെ ബന്ധുക്കൾ ഷിരൂരിൽ തുടരുകയാണ്. അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്ന മരത്തടികൾ കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. എ കെ അഭിലാഷ്, ദീപക് മനേമ എന്നിവർ തത്സമയ വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ തിരച്ചിൽ ഡ്രഡ്ജിങ്ങിന് വന്ന ഡ്രൈവർമാരാണോ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈശ്വർ മാൽപ്പയെ നേരത്തെ കരയ്ക്ക് കയറിയിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? അനുകൂലമായ കാലാവസ്ഥയാണ്. നേരത്തെ അല്പം മഴയൊക്കെ പെയ്തെങ്കിൽ പോലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും മഴ ഈ ദൗത്യത്തെ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ കാർവാർ മേഖലയിൽ ഇങ്ങനെ നിരന്തരം മഴ പെയ്യുന്ന ഒരു സ്വാഭാവികമായ ഒരു കാര്യം കൂടി തന്നെയാണ്. അതോടൊപ്പം ഏതായാലും ഇപ്പോൾ ഈ തെരച്ചിൽ പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ച്, അതായത് ലക്ഷ്മണന്റെ ചായക്കട കേന്ദ്രീകരിച്ചുള്ള അതിലെ പിൻവശം കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് മാത്രമേ ഇപ്പോഴും കടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 യൂണിറ്റായിട്ട് തന്നെയാണ് ഈശ്വർ മൽപ്പയുടെയും അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജിംഗ് യൂണിറ്റിൻ്റെയും ഒക്കെ ഈ സ്കൂബ ഡൈവേഴ്സ് പ്രവർത്തനം നടത്തുന്നത്, അതായത് മുങ്ങി പരിശോധന നടത്തുന്നത്. ഈശ്വർ മൽപ്പയെ താഴോട്ട് ഏതാണ്ട് 50 മീറ്ററിലേറെ താഴോട്ട് ഈ ഡ്രഡ്ജിംഗ് യൂണിറ്റിലുള്ളതിൻ്റെ 50 മീറ്ററോളം താഴോട്ട് മാത്രമാണ് തെരച്ചിൽ നടത്തുന്നത്. അവിടെ നിന്ന് ചില ഭാഗങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ ഡ്രഡ്ജിംഗ് യൂണിറ്റ് അവരുടെ സ്കൂബ ഡൈവേഴ്സ് നടത്തുന്ന സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. അത് നിർണായകമായ സ്ഥാനം കൂടിയാണ്. പ്രധാനമായും ഈ നാവികസേനയുടെ സ്പോട്ട് കണ്ടെത്തിയിരിക്കുന്ന സ്പോട്ട് ഇതിന് സമീപത്താണ്. ആ സ്പോട്ടിലേക്കുള്ള ഒരു തെരച്ചിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഇവർ ഇപ്പോൾ ഈ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് പിൻവശം നടത്തുന്ന ഒരു തെരച്ചിലിലൂടെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷ അവർ വെക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഇപ്പോൾ ചില ലോഹഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് എഞ്ചിനടക്കമുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ അതിനൊപ്പം തന്നെ ഈ ഭാഗങ്ങളൊക്കെ അർജുൻ്റെ ഈ ഭാരത് ബെൻസ് അടക്കം ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന, ഒരു സ്ഥിരീകരണം അവരുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. അത് അത്തരത്തിലൊരു തെരച്ചിൽ അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഈ ഡ്രഡ്ജർ മുകൾ ഭാഗത്തേക്ക് നീക്കി ഈ സ്പോട്ട് 1 സ്പോട്ട് 2 എന്ന മേഖലയിലേക്ക് നീക്കിയതിന് ശേഷം അവിടെ തെരച്ചിൽ നടത്താനൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇവരുടെ യൂണിറ്റിൽ 4ഓളം സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്. ഇവരുടെ ഡ്രഡ്ജിംഗ് യൂണിറ്റിൽ ഈശ്വർ മാൽപ്പയുടെ കൂട്ടത്തിലാണെങ്കിൽ 2 പേർ മാത്രമേ ഉള്ളൂ. അതിൽ ഈശ്വർ മാൽപ്പയെ മാത്രമേ ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഡ്രഡ്ജിംഗ് യൂണിറ്റിൻ്റെ ഭാഗത്ത് 4 പേർ ഉണ്ടെങ്കിൽ പോലും അവരിലും ഒരാൾ മാത്രമേ ഇപ്പോൾ പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള ഒരു തെരച്ചിലേക്ക് പോകുന്നുള്ളൂ. അതിൽ പ്രധാനമായും ഇപ്പോൾ ഈ ഇറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് മാന്തുമ്പോൾ അവിടെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ട് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ ഭാഗം കേന്ദ്രീകരിച്ച് മാത്രം അവിടേക്ക് പോകാനുള്ള ഒരു നീക്കമാണ് അവർ നടത്തുന്നത്. അവർ വിളിച്ചു വരുത്തിയതിന് ശേഷം അവിടെ ഹൂക്ക് ചെയ്തതിന് ശേഷം അതെടുത്ത് മാറ്റാനുള്ള നീക്കം മാത്രമേ അവരുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ശരിയായ ദിശയിൽ, അതായത് പൂർണ്ണ തോതിലുള്ള ഒരു തെരച്ചിലേക്ക് പോകാൻ കഴിയൂ എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ അനുമാനിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്കും എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഡ്രഡ്ജിംഗ് യൂണിറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ, മഹേന്ദ്ര ദോഗ്രി അടക്കമുള്ള ആളുകൾ മുകൾ ഭാഗത്തേക്ക് കയറി പോകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ തന്നെ ഈ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്ന ആ ഏകോപനമില്ലായ്മ ഈ ഘട്ടത്തിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിറയെ ആശയക്കുഴപ്പം ഓരോ ഘട്ടത്തിലും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുന്നൊരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ക്രിയാത്മകമായി തന്നെ പൂർണ്ണ തോതിലുള്ള ഒരു തെരച്ചിലേക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ. ഈ ആശയക്കുഴപ്പം എന്തുകൊണ്ടാണ് അഭിലാഷ്? ഇപ്പോൾ ഈ സംസാരിച്ച് ആലോചിച്ച ശേഷമാണല്ലോ ഏത് ഭാഗത്ത് വേണം, അത് മാർക്ക് ചെയ്ത ഇടങ്ങളിൽ തന്നെയാണ് തെരച്ചിൽ. എന്താണ് ഇപ്പോൾ ഒരു തടസ്സമായി നിൽക്കുന്നത്? എന്താണ് അവർ പറയുന്നത്? പ്രതികരിക്കുന്നുണ്ടോ? തടസ്സങ്ങൾ എന്ന് പറയുന്നത് സാങ്കേതികമായ തടസ്സങ്ങൾ തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം 15 അടി മാത്രമുള്ള ഒരു ഭൂമിൻ്റെ നീളം 15 അടി മാത്രമുള്ള അതുപയോഗിച്ച് ഏതാണ്ട് 17-18 അടി താഴ്ചയിലേക്ക് തെരച്ചിൽ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് സാങ്കേതികമായ തടസ്സം. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്തേക്ക് അവർ പോകാതിരിക്കുന്നതും. അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. അത് മറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഈ സമയത്ത് വെള്ളം കയറി നിൽക്കുന്ന സമയത്ത് കൂടുതൽ ഈ തീരത്തോട് ചേർന്നുള്ള സ്ഥലത്ത് തെരച്ചിൽ നടത്താൻ കഴിയുമെന്നുള്ള ആ ഒരു ദിശയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ആ തെരച്ചിലാണ് ഇപ്പോൾ ഈ ലോഹഭാഗങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്തത്. അത് ഒരു തരത്തിൽ അത് കണ്ടെത്തിയത് ഒരു സ്ഥിരീകരണം എന്നുള്ള നിലയിൽ തന്നെ ഈ ട്രക്കിൻ്റെ ഭാഗങ്ങൾ, അതായത് ടാങ്കറിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേ സമയത്ത് ഇത്രയും ദിവസങ്ങളായി, അതായത് 2 മാസത്തോളമായി ഈ ദുരന്തം നടന്നിട്ട് അതിനുശേഷം അർജുൻ്റെ ട്രക്കിലെ ഏതെങ്കിലും ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ചില മരക്കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ ഈ കാരിയർ അടക്കമുള്ള സാധനങ്ങളൊക്കെ കണ്ടെത്തിയത്, ഹൈഡ്രോളിക് ജാക്കി അടക്കമുള്ള സാധനങ്ങൾ, അതായത് ഊരി പോകാൻ സാധ്യതയുള്ള സാധനങ്ങൾ മാത്രമാണ് ഇപ്പോഴും കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാഹനത്തോട് ചേർന്ന് നിൽക്കുന്ന യന്ത്രഭാഗങ്ങളോ
അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗങ്ങളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയായി നിലനിൽക്കുന്നു. പക്ഷേ അപ്പോൾ പോലും ഈ പ്രധാന പോയിന്റ്, അതായത് ഈ ഭാഗത്തുണ്ടാവുമെന്ന് പറയുന്ന ആ പോയിന്റ് കേന്ദ്രീകരിച്ച് തെരച്ചിലിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം. ആ തെരച്ചിലിലേക്ക് പോകണമെങ്കിൽ ഇപ്പോഴുള്ളത് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഈ വേലിയേറ്റ സമയത്ത് അവിടെ തെരച്ചിൽ നടത്താനുള്ള സാങ്കേതിക സംവിധാനം ഇവർക്കില്ല. അതായത് ഡ്രഡ്ജറിൻ്റെ ഉള്ള ഈ ഹിറ്റാച്ചിയുടെ കൈനീളം എന്ന് പറയുന്നത് ഏതാണ്ട് 15 അടി മാത്രമാണ്. ആ 15 അടി താഴ്ചയിലാണ് ഇപ്പോൾ ഈ ട്രക്ക് ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലം കൂടിയുള്ളത്. ആ മേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലേക്ക് പോകണം. അത് വേലിയിറക്ക സമയത്തേ സാധ്യമാവുകയുള്ളൂ. അത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഈ ഡ്രഡ്ജർ വേലിയിറക്ക സമയത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായി സാധ്യമാകുക. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വേലിയിറക്കത്തിനായി കാത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ.